അപ്പൊ ഇന്നൊരു മന്തിക്കഥയായാലോ? നമ്മുടെ വീട്ടില് പെരി പെരി അൽഫാം മന്തി ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണിത്. ഞാൻ ഈ വീഡിയോ ഒക്കെ സെറ്റ് ആക്കി മുഴുവനായിട്ട് എടുക്കാന്നൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു, പക്ഷെ മറന്നുപോയി ഗൈസ്. നമ്മുടെ ബിരിയാണി ഇതേ റെഡി, സോറി മന്തി ഇതേ റെഡി ആയിട്ടുണ്ട്. ഈ നമ്മുടെ അൽഫാമിന്റെ ചിക്കൻ ദേ ഫ്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. അൽഫാം ചിക്കന് പെരി പെരി അൽഫാം ആക്കുന്ന തത്രപ്പാടാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിനായിട്ടുള്ള ഈ സ്പെഷ്യൽ മസാല ദേ അതിൽ പുരട്ടിയിട്ട് ഇനി അടുത്ത് മറച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് വീണ്ടും അപ്പുറത്ത് പുരട്ടി കൊടുത്തിട്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്. മയണൈസ് ഇല്ലെങ്കിൽ എന്ത് മന്തി അല്ലേ? അങ്ങനെ നമ്മൾ മയണൈസും അടിച്ചു കേട്ടോ. ഇനി ഇതേ സെർവ് ചെയ്യാണ്. ലെഗ് പീസ് എനിക്ക് വേണമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ലെഗ് പീസ് ഇല്ലാണ്ട് മന്തി കഴിക്കാൻ ഇഷ്ടമില്ല ഗൈസ്. ഇതുപോലത്തെ സ്വഭാവമുള്ള ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാ. അങ്ങനെ നമ്മൾ മന്തി മയണൈസും അൽഫാം ചിക്കനൊക്കെ ആയിട്ട് ഇതേ ഒരു പിടി പിടിക്കുകയാണ്. ഇതുപോലെ അൽഫാമിന്റെ ലെഗ് പീസ് എടുത്ത് മയണൈസും മുക്കി കഴിക്കാൻ ആഹാ എന്താ ടേസ്റ്റ് അല്ലേ? നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ റെസിപ്പി അറിയണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ ഇനി ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന്റെ റെസിപ്പി ഞാൻ വീഡിയോ ഫുൾ ആയിട്ടും എടുത്ത് അപ്ലോഡ് ചെയ്തതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ മന്തിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ അതേ ഒരു തുറുപ്പുകളൻ സിനിമയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ മന്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം.